आज हम ज्ञानेंद्रपदी की रेत के द्वीप पसर आए हैं नामक कविता पढ़ेंगे। साठोत्तरी हिंदी कविता के प्रमुख कवि हैं ज्ञानेंद्रपदी। साठ എന്ന് പറഞ്ഞാൽ 60, ഉത്തർ എന്ന് പറഞ്ഞാൽ ശേഷം, സാഠോത്തറി എന്ന് പറഞ്ഞാൽ 60കൾക്ക് ശേഷമുള്ള 1960കൾക്ക് ശേഷമുള്ള ഹിന്ദി കവിത എഴുതുന്ന കവികളിൽ പ്രമുഖനാണ് ज्ञानेंद्रपदी। उन्होंने वस्तुनिष्ठता के साथ अपने समय के अनुभवों को कविता में स्थान दिया है। അവർ വസ്തുനിഷ്ഠമായി ഇന്നത്തെ കാലത്തിലെ അനുഭവങ്ങളെ സ്വന്തം കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു। गंगातड़, സംശയാത്മ, ഭിൻസാർ ആദി ഉൻകെ പ്രമുഖ കാവ്യസംഗ്രഹ. കാവ്യസംഗ്രഹ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ഗംഗാതട്, സംശയാത്മ, ഭിൻസാർ മുതലായവ. इनमें संशयात्मा नामक काव्य संग्रह पर उन्हें साहित्य अकादमी पुरस्कार मिला है. ഇവയിൽ സംശയാത്മ എന്ന് പറഞ്ഞ കാവ്യസംഗ്രഹത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചിട്ടുണ്ട്. ഏകചക്ര നഗരി ഉൻക നാടക ഹെ. അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഏകചക്ര നഗരി. रेत के द्वीप पसर आए हैं नामक कविता गंगातड़ से ली गई है. गंगातड़ എന്ന് പറഞ്ഞ കാവ്യസംഗ്രഹത്തിൽ നിന്നും എടുത്ത കവിതയാണ് रेत के द्वीप पसर आए हैं. इस कविता में कवि गंगा के पास रेत के फैले साम्राज्य का वर्णन करते हैं. ഈ കവിതയിൽ കവി ഗംഗയുടെ അടുത്ത് രേത്തിൻ്റെ മണലിൻ്റെ പരന്നു കിടക്കുന്ന ആ സാമ്രാജ്യത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി കവിതയിലേക്ക് നോക്കാം. കവിത ദേഖേം. रेत के द्वीप पसर आए हैं गंगा के बीच तक. അതായത് ഗംഗയുടെ അവസ്ഥ കണ്ടിട്ട് കവി പറയുകയാണ്. ഗംഗാ കി ദശ ദേഖ് കർ കവി ബഹുത് ദുഃഖി ഹെ. ഗംഗയുടെ സ്ഥിതി കണ്ടിട്ട് കവി ഭയങ്കര ദുഃഖിതനാണ്. കവി പറയുകയാണ് വേ കഹ്തേ ഹേ കി ഗംഗാ കെ ബീച്ച് തക്ക് രേത് കെ ദ്വീപ് പസറായ ഹെ. ഗംഗയുടെ മധ്യം വരെ മണലിൻ്റെ ദ്വീപ് പരന്നു കിടക്കുകയാണ്. कि जिनकी रेत पर जलजीवों के गुजरने के चिन्ह नहीं. आज उनकी रेत पर जलजीवों के गुजर जाने के चिन्ह പദച്ചാപ്പ് നെഹിം ഹെ. പദച്ചാപ്പ് എന്ന് പറഞ്ഞാൽ ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, പദച്ചാപ്പ് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ. ഇന്ന് കാൽപ്പാടുകൾ കാണാനില്ല. ഇന്ന് മണൽപ്പരപ്പിൽ ജലജീവികൾ കടന്നുപോയതിൻ്റെ കാൽപ്പാടുകൾ കാണാനില്ല. उनके गुजर जाने का मनहूस सन्नाटा बिछा है. धरती पर उनके गुजर जाने का मनहूस, मनहूस എന്ന് പറഞ്ഞാൽ ബുര, സന്നാട്ട ഹെ. സന്നാട്ട എന്ന് പറഞ്ഞാൽ സൈലൻസ്. ഇന്ന് ഭൂമിയിൽ ആ ജലജീവികൾ കടന്നുപോയതുകൊണ്ട് അവിടെ സന്നാട്ടയാണ് നിലനിൽക്കുന്നത്. സന്നാട്ട എന്ന് പറഞ്ഞാൽ നിശബ്ദത, നിശബ്ദതയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ജലജീവികളുടെ ഒച്ചപ്പാടുകളൊന്നും ഇവിടെ കേൾക്കാനില്ല. അബ് നെഹിം മിൽത്തേ രേതുമേം ശംഖോം സീപിയോം ഘോങ്കോം കെ കായ് കവച് വേ ജൈവിക കലാകൃതിയാം അദ്ഭുത അഭിരാം. അബ് രേതുമേം ശംഖോം, ശംഖോം കെ, ശംഖുകളോ അല്ലെങ്കിൽ സീപ്പി എന്ന് പറഞ്ഞാൽ മുത്തുച്ചിപ്പികളോ കാണാനില്ല. അതുപോലെ തന്നെ ഘോം ഘോം കെ കായ് കവച്. കായ് എന്ന് പറഞ്ഞാൽ ശരീർ, കവച് എന്ന് പറഞ്ഞാൽ ഒരു കവറിങ്. അപ്പം ശരീരത്തിൻ്റെ കവറിങ്, എന്തിൻ്റെ ശരീരത്തിൻ്റെ കവറിങ് ആണ്? ഘോം ഘോം കെ. ഘോങ്ക എന്ന് പറഞ്ഞാൽ കക്ക. അപ്പം മണലിൽ, അതായത് പുഴയിൽ കക്ക വാരുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ കക്കയുടെ പുറന്തോടുകൾ, കവറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറന്തോട്, ആ പുറന്തോടും മുതലായവ. അപ്പോൾ എന്തൊക്കെ? ശംഖ്, സീപ്പി, മുത്തുച്ചിപ്പി, അതുപോലെ തന്നെ കക്കയുടെ പുറന്തോട് മുതലായവ കാണാനില്ല. വേ ജൈവിക കലാകൃതിയാം അദ്ഭുത അഭിരാം. ഇങ്ങനെയുള്ള അദ്ഭുത സുന്ദർ ജൈവിക കലാകൃതിയാം ആജ് ദിഖായിനെഹിം ദേതി. ഇന്ന് മണൽപ്പരപ്പിൽ ശംഖ്, മുത്തുച്ചിപ്പി, കക്കയുടെ കവചം, പുറന്തോട് മുതലായ അത്ഭുതകരമായ
അത്ഭുതകരമായതും സുന്ദരമായതുമായ ജൈവ കലാരൂപങ്ങൾ ഇന്ന് കാണുവാനില്ല. രേത്ത് പസാർ പർ ജഹാൻ ജഹാം ആവാര ഫൂലോം കെ അൽമസ്ത് ബൗരോം കെ ദിൻ ബീത്ത് ഗയെ പീലി തിത്തലിയോം കെ. രേത്ത് കെ പസർ ജാനെ പർ, രേത്ത് പസാർ പർ എന്ന് പറഞ്ഞാൽ മണൽപ്പരപ്പിൽ, അതായത് രേത്ത് കെ പസർ ജാനെ സേ ആവാര ഫൂൽ, ആവാര എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്ന വേർഡ് മീനിങ്. പക്ഷെ ഇവിടെ തനിയെ മുളച്ചു വന്ന ചെടിയിലുണ്ടായ പൂക്കൾ. അപ്പോൾ അങ്ങനെ തനിയെ മുളച്ചു വന്ന പുഷ്പങ്ങളോ ചെടിയിലുണ്ടായ പുഷ്പങ്ങളോ കാണാനില്ല. അൽമസ്ത് ഭ്രമർ, വഹാം ഭ്രമർ നഹി ഹെ ബൗരേ നഹി ഹെ. ബൗരേം എന്ന് പറഞ്ഞാൽ ഭ്രമർ. അൽമസ്ത് ഭ്രമർ, അൽമസ്ത് എന്ന് പറഞ്ഞാൽ മദമത്തനായ, മദോന്മത്ത് ബൗരേം വഹാം നഹിം ഹെ. അവർ പീലി തിത്തലിയാം, പീലി എന്ന് പറഞ്ഞാൽ പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ, തിത്തലി എന്ന് പറഞ്ഞാൽ ചിത്രശലഭം, ബട്ടർഫ്ലൈസ്. ഇന്ന് ബട്ടർഫ്ലൈസുകളും ഇവിടെ കാണാനില്ല. ഉൻകെ ദിൻ ബീത്ത് ഗേഹിം, അവയുടെ ദിനങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. രേത്ത് കെ പസർ ജാനെ സേ ആവാര ഫൂൽ മദമത്ത് ഭ്രമർ പീലി തിത്തലിയാം ആദി കെ ദിൻ ബീത്ത് ഗേഹിം. അർത്ഥാത് യേ സബ് അപ്രത്യക്ഷ ഹോ ഗേഹിം. ഇത് മുതലായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നദിക്കരയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. അടുത്ത സ്റ്റാൻസ. മച്ഛലിയോം കെ പീछे പീछे अपनी प्रसिद्ध सुस्त चाल से कितना तेज चलते गुजर गए कछुए. കച്ചുവ എന്ന് പറഞ്ഞാൽ ടോർട്ടോയ്സ്, ആമ. ഇന്ന് അവിടെ കാണുന്നത് എന്താ? രേത്തിൻ്റെ മണൽപ്പരപ്പിൽ നമ്മൾ കാണുന്നത് എന്താ? മച്ഛലിയോം കെ പീछे പീछे, മച്ഛലി എന്ന് പറഞ്ഞാൽ മത്സ്യം. മച്ഛലിയോം കെ പീछे പീछे अपनी प्रसिद्ध सुस्त ചാൽസേ ചലനെ വാലെ കച്ചുവെ. ഇങ്ങനെ നടക്കുന്നതായ കച്ചുവ അപ്പിനെ സുസ്ത ചാൽസേ, സുസ്ത് എന്ന് പറഞ്ഞാൽ അലസമായി നടക്കുന്നതായ, പതുക്കെ നടക്കുന്നതായ കച്ചുവ, ആമയും ഇന്ന് എങ്ങനെ പോവുകയാണ്? ആമയുടെ നടത്തം എങ്ങനെയിരിക്കുകയാണ്? ആജ് തേസ് ചലത്തെ, കിത്തനാ തേസ് ചലത്തെ ഗുസർ ഗേ കച്ചുവേ. ആജ് കൈസെ ചലത്തെ ഹിം, ആജ് തേസ് ചലത്തെ ഹുവേ ഗുസർ ഗേ ഹിം. ഇന്ന് വേഗം നടന്നുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം മത്സ്യങ്ങൾ കാണാനില്ല. മത്സ്യങ്ങളുടെ പിന്നാലെ പതുക്കെ നടക്കുന്നതായ കച്ചുവ, ആമ ഇന്ന് എങ്ങനെ പോവുകയാണ്? വേഗത്തിൽ അതിലൂടെ കടന്നു പോവുകയാണ്. അടുത്ത സ്റ്റാൻസ. ശാരദീയ गंग आकाश में अंकिने वाली गांगेय डॉल्फिनों की भव्य उछालें कब की अस्तु हुई. ഇനി അടുത്ത് പറയുന്നത് എന്താ? ഡോൾഫിൻ അവിടെ ഗംഗയിൽ ഉണ്ടായിരുന്നു. ശാരദീയ, ശരത്കാലീന ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശ്, ആസ്മാൻ. ശരത്കാലീന ആകാശ് മേം അങ്കിനെ വാലി ഗംഗ കി ഡോൾഫിനെ, ഗംഗയിൽ കാണുന്നതായ ഡോൾഫിൻ, അതിൻ്റെ ഈ ഉച്ചാൽ എന്ന് പറഞ്ഞാൽ കൂതിന, ചാട്ടം. അപ്പോൾ ആ ഡോൾഫിനിൻ്റെ ചാട്ടമാണെങ്കിലോ ഇന്ന് കാണാനില്ല. അപ്പോൾ ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് ചാടുന്നതായ ഡോൾഫിനിൻ്റെ ചാട്ടമാണെങ്കിലോ ഇന്ന് കാണാനില്ല. ഗംഗാ കി ധാര ദുബലി മരിയൽ പ്രദൂഷൺ വിക്കൽ. ഗംഗയുടെ ധാര ഇന്ന് എങ്ങനെയിരിക്കുകയാണ്? ഗംഗാ കി ധാര ദുബലി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, അതായത് നേർത്തിരിക്കുകയാണ്. ഗംഗയുടെ ഒഴുക്ക് നേർത്തിരിക്കുകയാണ്. ദുബലി പത്തലി ഹോ ഗയി ഹേ. അതുപോലെ മരിയൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ദുർബലമായിരിക്കുന്നു, ശക്തമല്ലാതിരിക്കുകയാണ്. ശക്തമായ ഒഴുക്ക് ഇന്ന് ഇല്ല. അതുപോലെ തന്നെ പ്രദൂഷൺ വിക്കൽ ഹേ. പ്രദൂഷൺ സേ വിക്കൽ ഹോ ഗയി ഹേ. വിക്കൽ എന്ന് പറഞ്ഞാൽ വിരൂപമായിരിക്കുകയാണ്. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ മലിനീകരണം. അപ്പം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, മാലിന്യം കൊണ്ട് വികൃതമായിരിക്കുകയാണ് ഗംഗയുടെ ഒഴുക്ക്. പത്തലി ഹോ ഗയി ഹേ, ദുബലി പത്തലി ഹോ ഗയി ഹേ, അതായത് നേർത്തിരിക്കുകയാണ്, ശക്തമായ ഒഴുക്കില്ല, മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
गोया पन बिजली के रूप में उसका सത്ത് निकाल लिया है 12 बांध कर. ഗോയ എന്ന് പറഞ്ഞാൽ തോന്നുമാറ്, പോലെ, അതായത് മാനം. ഹിന്ദിയിൽ പറഞ്ഞാൽ മാനം. ഏതുപോലെ ഇരിക്കുവാണ്? പൻബിജലിക്ക് രൂപമേ, പൻബിജലി പരിയോജന എന്ന് കേട്ടിട്ടുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പൻബിജലി പരിയോജന, ജലവൈദ്യുത പദ്ധതി. परियोजना എന്ന് പറഞ്ഞ പദ്ധതി. पनबिजली परियोजना के रूप में खेत की सिंचाई के लिए സിഞ്ചാന, അതായത് ബാരഹ ബാന്ധ്കർ എന്നൊരു വാക്കുണ്ടല്ലോ. ബാരഹ ബാന്ധിന എന്ന് പറഞ്ഞാൽ കൃഷിക്ക് നനക്കുവാൻ വേണ്ടി കനാൽ ഉണ്ടാക്കുക. അപ്പോൾ അതിനാണ് ബാരഹ എന്ന് പറയുന്നത്. അപ്പം ഖേത് കി സിഞ്ചായി കെ ലിയെ നാല ബാന്ധ്കർ സാരേ ജൽക്കോ ഉലീച്ച് ലിയാഹെ. ഇന്ന് പൻബിജലി എന്ന രൂപത്തിൽ വൈദ്യുതി ഉണ്ടാക്കുക എന്ന രൂപത്തിൽ എന്തു ചെയ്യുകയാണ് ആളുകൾ? ഉസ്കാ സത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ ജലം. ഉസ്കാ സത്ത് നിക്കാലിയാഹെ, നിക്കാലിന പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. അപ്പോൾ അതായത് पनबिजली परियोजना के रूप में खेत की सिंचाई के लिए नाला बांधकर सारे जल को उलीच लिया है. ജലത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന പേരിൽ ഇതിനെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്, വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇസ്ലിയെ ഗംഗാ കി ധാര തേസ് നഹീം ഹെ और उसकी ചൗടായി കം ഹോ ഗയി ഹെ. അതുകൊണ്ട് ഗംഗയുടെ ഒഴുക്ക് നേർത്തിരിക്കുകയും ശക്തമല്ലാതിരിക്കുകയും അതുപോലെ തന്നെ ആ ഗംഗയുടെ ആ വീതി കുറഞ്ഞു വരികയും ചെയ്തു. അതായത് ചൂഷണമാണ് ഇതിലൂടെ നടക്കുന്നത്. അടുത്ത വരി നോക്കുക. ഗംഗാ കെ ഉരു തക് രേത് ഭർ ആയി ഹെ. ആജ് ഗംഗാ കെ ഉർ എന്ന് പറഞ്ഞാൽ ഹൃദയ. ഗംഗാ കെ ഹൃദയ തക് രേത് ഭർ ആയി ഹെ. ഗംഗയുടെ ഹൃദയം വരെ, മധ്യഭാഗം വരെ മണൽ നിറഞ്ഞിരിക്കുകയാണ്. രേത് ഹി രേത്, വഹാം രേത് ഹി രേത് ഹെ. എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്താ കാണുക? രേത്ത് മാത്രമായിരിക്കുകയാണ്. രേത് ഹി രേത്ത്. और खुश है बिल्डर्स और बिल्डिंग मटेरियल्स के विक्रेता. ये देखकर बिल्डേഴ്സ് और बिल्डिंग मटेरियल के വിക്രേത എന്ന് പറഞ്ഞാൽ സെല്ലർ, വിൽപ്പനക്കാർ. ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ആളുകളും ഭയങ്കര സന്തോഷിക്കുന്നു. ഖുശ് ഹോന എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. അവർ ഇത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. और खुश है अपने स्वभाव का सारा रजस समेट कर रेत पर शिल्प उकेरने वाले कलाकार उन्हें निहारने सराहने वाले शहर के सहृदय और चैनलों और अखबारों के सांस्कृतिक संवाददाता और रेत पर आकृति श्रृंखला की कविताएं लिखने वाले कवि और उन कविताओं के ഗുണ ഗാനേവാലെ ആലോചക്. അപ്പോൾ ആരൊക്കെ സന്തോഷിക്കുകയാണ്? ഇതുകൂടാതെ ഇൻകെ അലാവ അപ്നെ സ്വഭാവ് കെ സാരാ രജസ് സമേട്ടുകർ. അപ്നെ സ്വഭാവ് കെ രജസ്, രജ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണമാണ്. അപ്പോൾ തൻ്റെ സ്വഭാവ ഗുണം എല്ലാം ശേഖരിച്ച് തൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് രേത്ത് പർ ശില്പ് ബനാനെ വാലെ, ഉക്കേർന എന്ന് പറഞ്ഞാൽ ബനാന, നിർമ്മാൺ കർണ, ശില്പം ഉണ്ടാക്കുന്ന കലാകാർ. അപ്നെ സ്വഭാവ് കെ അനുസാർ രേത്ത് പർ ശില്പ് ബനാനെ വാലെ കലാകാർ ഖുശ് ഹോത്തെ ഹെ. പിന്നെ ആരൊക്കെ സന്തോഷിക്കുന്നു എന്ന് നോക്കാം. ഉനെ നിഹാർനെ സരാഹിനെ വാലെ. നിഹാർന എന്ന് പറഞ്ഞാൽ ദേഖിന. ഉനെ ദേഖിനെ വാലെ, ശില്പവും കോ ദേഖിനെ വാലെ ഖുശ് ഹോത്തെ ഹെ. സരാഹിനെ വാലെ, സരാഹിന എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക. പ്രശംസ കർണേ വാലെ സഹൃദയ ബി ഖുശ് ഹോത്തെ ഹെ. ഷഹർ കെ സഹൃദയ. ഇങ്ങനെ ശില്പങ്ങളെ കണ്ടിട്ട് പ്രശംസിക്കുന്നതായ നഗരത്തിലെ സഹൃദയന്മാർ അവരും സന്തോഷിക്കുന്നു. പിന്നെ ആരൊക്കെ സന്തോഷിക്കുന്നു എന്ന് നോക്കാം. അവർ ചാനലും അവർ അഖ്ബാരും കെ സാംസ്കൃതിക് സംവാദദാത. സംവാദദാത എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ. ഏതിൻ്റെയൊക്കെ റിപ്പോർട്ടർ? ചാനലും അവർ അഖ്ബാരും കെ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൻ്റെ സാംസ്കൃതിക് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ. അപ്പം
സംസ്കാരപരമായ കൾച്ചർപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായ റിപ്പോർട്ടേഴ്സും സന്തോഷിക്കുന്നു. പിന്നെ ആരൊക്കെ സന്തോഷിക്കുന്നു? ഔർ റേത്ത് പർ ആകൃതി ശൃംഖലാക്കി കവിതായൻ ലിഖനെ വാലെ കവി കവി ബി ഖുശ് ഹോത്തെ ഹം. ഇങ്ങനെയുള്ള കവിയാണ് രേത്ത് പർ കവിതായെ ലിഖനെ വാലെ കവി. മണലിനെക്കുറിച്ച് കവിതകൾ എഴുതുന്നതായ കവികളും സന്തോഷിക്കുന്നു. പിന്നെ ഉൻ കവിതാവും കെ ഗുണ ഗാനെ വാലെ ആലോചക് ഉൻ കവിതാവും കെ ഗുണഗാൻ കർണേ വാലെ ആലോചക് ബി ഗംഗാ കി ഹാലത്ത് ദേഖ് കർ ഖുശ് ഹോത്തെ ഹം. അപ്പോൾ ഇവരൊക്കെ സന്തോഷിക്കുകയാണ് ഗംഗയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട്. അടുത്ത വരി, ये जो रेत को उपजीव्य कर खिलने वाली कला के कर्मी मर्मी उनका मुख्यालय है वह कलाकर्म प्रोत्साहक न्यास भवन. रेत को ഉപജീവ്യ എന്ന് പറഞ്ഞാൽ ഉപജീവനം, വേറൊരു വേർഡാണ് ആജീവിക. കർ കിൽനെ വാലി, അപ്പോൾ അതായത് रेत को आजीविका बनाने वाले लोग कलाकर्मी है या കലാമർമ്മജ്ഞ ഹെ. കലാകർമ്മി എന്ന് പറഞ്ഞാൽ കലാപ്രവർത്തകന്മാരാണ്. അതുപോലെ കലാമർമ്മി എന്ന് പറഞ്ഞാൽ മർമ്മം അറിയുന്നവർ, അതായത് കലാവിദഗ്ധരാണ്. रेत को आजीविका बनाने वाले लोग കലാകർമ്മി യാ കലാമർമ്മജ്ഞ ഹെ. രേത്തിനെ മണലിനെ ഉപജീവനമായി മാറ്റുന്നതായ ആളുകൾ കലാപ്രവർത്തകന്മാരും കലാവിദഗ്ധരുമാണ്. ഉൻകാ മുഖ്യാലയ ഹെ വ കലാകർമ്മ പ്രോത്സാഹക് ന്യാസ് ഭവൻ. അവരുടെ മുഖ്യാലയം എന്ന് പറഞ്ഞാൽ മെയിൻ ഓഫീസിൻ്റെ പേരാണ് കലാകർമ്മ പ്രോത്സാഹക് ന്യാസ് ഭവൻ എന്ന വലിയ പേരാണ് ഈ മണൽ കൊണ്ട് പണിയെടുക്കുന്നതായ ഉപജീവനമാർഗം നടത്തുന്നതായ ആളുകളുടെ ഒരു ഓഫീസാണ് ഇത്. യ ഭവ്യ ഭവൻ ഗംഗാ കെ കിനാരെ പർ ഉഠാ ഹെ. ഇതിനി എവിടെ സ്ഥിതി ചെയ്യുന്നു നോക്കാം. വ് കലാകർമ്മ പ്രോത്സാഹക് ന്യാസ് ഭവൻ जो ഗംഗാ കെ ഐൻ കിനാരെ ഉഠാ ഹെ ഭവ്യ. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഈ ഭവനം? യ ഭവ്യ ഭവൻ ഗംഗാ കെ ഐൻ എന്ന് പറഞ്ഞാൽ ഠീക്ക്, ശരിക്കും, അതായത് ഗംഗയുടെ ശരിക്കും തീരത്ത് തന്നെയാണുള്ളത്, ഗംഗയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യ ഭവ്യഭവൻ ഗംഗാ കെ കിനാരെ പർ ഉഠാ ഹെ. ഈ ഭവ്യഭവനം ഗംഗയുടെ തീരത്താണ് ഉയർത്തിയിരിക്കുന്നത്. പ്രായഃ വിദേശി പൂഞ്ചി സെ ഭൂമണ്ഡലീകരൺ കി സുശോഭൻ സൗഗാത്. യ പ്രായഃ എന്ന് പറഞ്ഞാൽ മിക്കവാറും, വിദേശി പൂഞ്ചി സെ, പൂഞ്ചി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, മൂലധനം. ഇത് വിദേശ മൂലധനം കൊണ്ടാണ് ഈ ഭവനം ഉണ്ടാക്കിയിരിക്കുന്നത്. യ വിദേശി പൂഞ്ചി സെ ഭൂമണ്ഡലീകരൺ കാ ഉപഹാർ ഹെ. ഭൂമണ്ഡലീകരൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ്റെ സുശോഭൻ എന്ന് പറഞ്ഞാൽ സുന്ദർ. സൗഗാത്ത് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്, ഉപഹാർ ഹെ. യ വിദേശി പൂഞ്ചി സെ ഭൂമണ്ഡലീകരൺ കാ ഉപഹാർ ഹെ. ഇത് വിദേശ നിക്ഷേപം കൊണ്ട് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ആബാദി വർജിത് ഗംഗാ ബരാർമേ സുഖാസീൻ ഗംഗാ ശിഖസ്ത് പർ ഗഡാത്ത ആങ്ക്. അപ്പോൾ ഇവിടെ സാധാരണ ലോക്, ആബാദി എന്ന് പറഞ്ഞാൽ ജനസംഖ്യ എന്നാണ്. പോപ്പുലേഷൻ ഇവിടെ വർജിതാണ്, അതായത് വർജിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ സാധാരണ ജനങ്ങളെ കാണാനില്ല. യഹാം സാധാരണ ലോക് കാ പ്രവേശ് നിഷിദ്ധ് ഹെ. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ പ്രവേശനമില്ല. ഗംഗാ ബരാർ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ തീരത്ത് സുഖാസീൻ ഹെ, സുഖത്തോടെ ഇരിക്കുകയാണ്. ആര് സുഖത്തോടെ അവിടെ വസിക്കുന്നു? ഈ പൂഞ്ചീപതി ലോഗ് ഗംഗാ കെ ശോഷൺ കർണേ കെ ലിയെ ആംഖേം ഉഡാക്കർ. ആംഖേം ഗഡാന എന്ന് പറഞ്ഞാൽ ഗഡാന എന്ന് പറഞ്ഞാൽ കണ്ണു തറപ്പിച്ചുകൊണ്ട് സുഖത്തോടെ ഇരിക്കുകയാണ് പൂഞ്ചിപതി ലോക്.
ഗംഗാ ശിഖസ്ത് എന്ന് പറഞ്ഞാൽ ഗംഗ് ശിഖസ്ത് എന്ന് പറഞ്ഞാൽ ഗംഗയെ തോൽപ്പിച്ചിട്ട്, ഗംഗയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഗംഗയെ ചൂഷണം ചെയ്തുകൊണ്ട് പൂഞ്ചിപതി ലോക് അവിടെ സുഖത്തോടെ ഇരിക്കുകയാണ്. कि गंगा भय से सिकुड़ी जाती है. തബ് ഗംഗ ഭൈ സേ സിക്കുടി ജാതി എന്ന് പറഞ്ഞാൽ സിക്കുടിന എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ഗംഗ ഭയം കൊണ്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതായത് ഗംഗയുടെ വീതിയൊക്കെ കുറഞ്ഞു ചുരുങ്ങിയിരിക്കുകയാണ്. ഒരു തക്ക് രേത്ത് और आँखों में भरा हुआ पानी. ഗംഗയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗയുടെ ഹൃദയം വരെ മണലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ആँखों പാനി ഹേ, ആँखों ഭരാ ഹുവ പാനി, കണ്ണിൽ വെള്ളവും നിറച്ചിട്ട്, അതായത് ദുഃഖിതയായിട്ട് ഇരിക്കുകയാണ് ഗംഗ. ഗംഗയുടെ ഹൃദയം വരെ മണലും കണ്ണുകൾ നിറച്ചും വെള്ളവുമായിട്ട് കണ്ണുനീരുമായിട്ട് ഇരിക്കുകയാണ്. അതായത് ഗംഗ ബഹൂത്ത് ദുഃഖിഹം, ഭയങ്കര ദുഃഖിതയായി ഇരിക്കുന്നു. ഗംഗ കി യ ഛവി ഭാതി ഹേ ത്രാസദി കെ രസിയേക്കോ. ഗംഗയുടെ ഈ ഛവി എന്ന് പറഞ്ഞാൽ ശോഭ, സൗന്ദര്യം. ഭാതി ഹെ, ഭാന എന്ന് പറഞ്ഞാൽ അച്ചാലകിന, നല്ലതായി തോന്നുന്നു. ഗംഗയുടെ ഈ സൗന്ദര്യം ആർക്ക് നല്ലതായി തോന്നുന്നു? ത്രാസദി കെ രസിയേക്കോ. ത്രാസദി എന്ന് പറഞ്ഞാൽ ട്രാജഡി രസിക്കുന്ന ആൾക്ക്, ട്രാജഡിയുടെ രസികന്മാർക്ക്. ത്രാസദി കെ രസിയേക്കോ യ അച്ചാലഗിതാഹ്യം. ഈ അവസ്ഥ കണ്ടിട്ട് ട്രാജഡിയുടെ രസികന്മാർ ഇത് ഇഷ്ടപ്പെടുന്നു. അഭീതോ ഖുഷി ഹേ കലാധർ कि इधर ही निकल आया है रेत का एक द्वीप. इधर रेत का एक द्वीप देखकर കലാധർ ഖുഷി ഹോത്തെ. കലാവിദഗ്ധർ സന്തോഷിക്കുകയാണ്. ഇവിടെ മണലിൻ്റെ ഒരു ദ്വീപ് കാണുന്നു, അത് കണ്ടിട്ട് കലാവിദഗ്ധർ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഉധർ കി രേത്ത് തോ ഹോത്തി ഭസ്മ സരീഖി മഹീൻ. ഇനി അവിടെയുള്ള രേത്ത് എങ്ങനെയുള്ളതാണ്? രേത്ത് എന്ന് പറഞ്ഞാൽ മണൽ. അവിടെയുള്ള മണൽ എങ്ങനെയുള്ളതാണ്? ഭസ്മ സരീഖി, ഭസ്മം പോലെ. സരീഖി എന്ന് പറഞ്ഞാൽ കേസമാൻ, പോലെ. ഭസ്മം പോലെ. മഹീൻ ഹേ, മഹീൻ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള. അപ്പോൾ അവിടെയുള്ള മണൽ എങ്ങനെയുള്ളതാണ്? ഉധർ കി രേത്ത് ഭസ്മ കെ സമാൻ മഹീൻ ഹേ. അവിടെയുള്ള മണൽ ഭസ്മം പോലെ മിനുസമുള്ളതാണ്. ഇനി ഇധർ കി രേത്ത്, ഇവിടെയുള്ള രേത്ത് എങ്ങനെയെന്ന് നോക്കാം. ഇധർ ബാലു ഹോത്താ ഹേ ദാനേദാർ ദംഗർ. ഇവിടെയുള്ള ബാലു എന്ന് പറഞ്ഞാലും മണൽ എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെയുള്ള മണൽ എങ്ങനെയിരിക്കുന്നു? ദാനേദാർ ഹേ. ദാനേദാർ എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ പോലെയുള്ള തടിച്ച മണലാണ് ഇവിടെയുള്ളത്. कि जिससे गड़े जा सकते हैं. जिससे गड़े जा सकते हैं. എന്ത് നമുക്ക് ഇതുകൊണ്ട് നിർമ്മിക്കാൻ പറ്റും? ഗഡിന എന്ന് പറഞ്ഞാൽ നിർമ്മാൺ കർണ. ഐസി രേത്തോം സേ ഹം ശില്പോം കാ നിർമ്മാൺ കർ സക്തേ ഹം. ഇങ്ങനെയുള്ള രേത്ത് ഉപയോഗിച്ചിട്ട്, മണൽ ഉപയോഗിച്ചിട്ട് പല പല ശില്പങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. रेत शिल्पों के अंग सजीव सरीखे कि जो भी देखें देखता रह जाए ढगा सा बेशक. അതായത് ബേശക്ക് എന്ന് പറഞ്ഞാൽ നിസ്സംശയം, അതായത് സംശയം കൂടാതെ തീർച്ചയായും അവർ എന്ത് ചെയ്യും? രേത്ത് പർ ബനായേ ശില്പോം കെ അങ്ക്. രേത്തിൻ കൊണ്ടുണ്ടാക്കിയ ആ ശില്പങ്ങളുടെ അങ്ക് കാണുമ്പോൾ, അങ്ക് എന്ന് പറഞ്ഞ അവയവം. അപ്പോൾ ആ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു? സജീവ് ജയ്സാഹേ. സജീവ് സരീഖേ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പം മേലെ വന്നിരിക്കുന്ന വാക്ക് തന്നെയാണ്. അപ്പം ജീവനുള്ള പോലെ നമുക്ക് കാണപ്പെടുന്നു. ഈ മണൽ കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങൾ നമുക്ക് ജീവനുള്ള പോലെയാണ് കാണപ്പെടുന്നത്. जिन्हें देखकर ज़रूर चकित रह जाते हैं. जिन्हें देखने वाले लोग, इन शिल्पों को देखने वाले लोग ज़रूर चकित रह जाते हैं. ഈ ശില്പങ്ങളെ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ആശ്ചര്യപ്പെട്ടു പോകും. ധഗിന എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്, ചതിക്കുക. അപ്പോൾ അവർ ചതിക്കപ്പെടുകയും ചെയ്യുന്നു, അതായത് ആശ്ചര്യമുള്ളതായിട്ട് മാറുന്ന, നമ്മൾ വഞ്ചിതരായിട്ട് മാറുന്നു. ഇനി ഈ കവിത ഇത്രയേ ഉള്ളൂ. ഇനി കവിതയുടെ വിശേഷത എന്താണെന്നാണ് ലാസ്റ്റ് പാരാഗ്രാഫായിട്ട് നിങ്ങൾ എഴുതേണ്ടുന്നത്.
അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഗംഗയുടെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥയെ കണ്ടിട്ടാണ്. അപ്പോൾ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം എന്താ? പൂഞ്ചീപതി ജനങ്ങളാണ്. പൂഞ്ചീപതി അതായത് ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഗംഗയെ ചൂഷണം ചെയ്യുന്നു, മണൽ വാരുന്നു. അപ്പം ഗംഗയെ ചൂഷണം ചെയ്യുകയാണ് ക്യാപിറ്റലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ലാസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ടുന്നത്. പൈസ കമാനെ കി ലാലച്ച് സേ മനുഷ്യ ഗംഗ കാ ശോഷൺ കർത്തേ ഹം. പൈസ സമ്പാദിക്കുക എന്നത് ആയ അത്യാഗ്രഹം കൊണ്ട് മനുഷ്യൻ ഗംഗയെ ചൂഷണം ചെയ്യുന്നു. ഇസ്സേ ഗംഗ കാ സർവനാശ് ഹോത്താ ഹേ. ഇതുകൊണ്ട് ഗംഗയുടെ സർവനാശമാണ് അവിടെ ഉണ്ടാകുന്നത്. ഗംഗാ കി ഹാലത്ത് ദേഖ് കർ കവി ബഹുത് ദുഃഖി ഹേ. ഗംഗയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് കവി ഭയങ്കര ദുഃഖിതനാണ്. ഇസ്ലിയെ കവി കാ സന്ദേശ് ഹേ കി പ്രകൃതി കാ സംരക്ഷൺ, അതായത് ഖാസ് കർ നദി കാ സംരക്ഷൺ കർണ ഹറേക്ക് മനുഷ്യ കാ ഫർജ് ഹോനാ ചാഹിയേ. കവി തരുന്ന സന്ദേശമാണ് പ്രകൃതി സംരക്ഷണം, പ്രത്യേകിച്ചും നദിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തം. ഫർജ് എന്ന് പറഞ്ഞ കടമ. നദിയെ സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയായിരിക്കണം എന്നാണ് കവി തരുന്ന സന്ദേശം.